ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. അപ്പം വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുമണിക്കും ഒരു ഹൃദയം നിറഞ്ഞ ഒരു ചക്കര ഉമ്മ. അപ്പം തുടർന്നും നിങ്ങൾ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്ളോഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. ഇന്ന് എൻ്റെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു നുറുങ്ങുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ എൻ്റെ വ്ളോഗ്സിലൂടെ അറിയിക്കുന്നത്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ കൂടുക, വ്ളോഗെല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വീഡിയോസ് എല്ലാം കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് വ്ളോഗ് കാണുന്നവരാണ് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. അപ്ലും ഹലോ ഹായ് മുത്തുമണീസ്. നമ്മളിതാ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 6:58 ഇനി നമുക്ക് 7 മണിയാകുമ്പോൾ ചേട്ടച്ചനെ വിളിക്കണം. അതിനു മുമ്പ് ഞാനിതാ കുറേ കാര്യങ്ങൾ അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരുന്നു. അതെല്ലാം ഒന്ന് കുറച്ചൊക്കെ എന്താ പറയുക, എല്ലാം അലക്കി ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മടക്കി വയ്ക്കാം. പറഞ്ഞ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാലും നമുക്ക് പണികളാണ്. നീ മുകിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമിന്നിതാണെൻ്റെ ചേതനാവിരിൽ നിറയും അതിശയകരഭാവം. നീ മുകിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളല നിഴലോ നീ എന്ന ഗാനത്തിൻ ചിറകുകളേകി ഞാനേതു മോഹത്തിൻ ഇടയിറങ്ങി പാടാനായി ഞാൻ പോകും നേരമോ ശ്രുതിയറിയുകയില്ലേ രാഗം താളം പോലും. നീ മുകിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളല നിഴലോ. ഇതെല്ലാം ഉണങ്ങിയ ജഡ്ഡികളാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിടാം. നീ എന്ന ടൈലേ നൈസായിട്ട് പൊട്ടി വരുന്നുണ്ട്. അത് ഇവർ എയർ കുടുങ്ങിയിട്ട് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് അങ്ങാണ്ട് എയർ കുടുങ്ങിയിട്ട് ഈ ബെഡിൻ്റെ അടിയിലൊക്കെ ടൈല് മൊത്തം ഇങ്ങനെ വിണ്ട് കീറി പൊട്ടി വരും. അപ്പോൾ കാല് സൂക്ഷിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ കാല് പൊളന്നു പോകും. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. ലൈലാൻ്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജ്നൂനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ. ലൈലാൻ്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജ്നൂനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ. രാവിലെ ഞാനേ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ചാർജർ ഞാൻ ഊരി വെച്ചതാണ്. കാരണം അഥവാ ഇടിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാർജ് അടിച്ചു പോകും. അപ്പോൾ ചാർജർ നമ്മൾ കുത്തിയിട്ടിട്ടുണ്ട്. സോ ഇനി ബെഡ് രാവിലെ ഞാൻ പോകുമ്പം
എല്ലാം ഒന്ന് തട്ടി വിരിച്ചതാണ്. പക്ഷേങ്കിൽ നമ്മൾ തിരിച്ച് ബെഡ് ഞാൻ രാവിലെ പോകുമ്പം തട്ടി വിരിച്ചതാണ്. പക്ഷേ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം ബെഡൊന്നും കൂടെ തട്ടി വിരിക്കണം. കാരണം എന്തെങ്കിലും നമ്മൾ കിടക്കാൻ പോവല്ലേ, പല്ലിയോ പൈതാരയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ബെഡ് വിരിച്ചിട്ട് പോയാലും നമ്മൾ വന്നതിന് ശേഷം നന്നായിട്ട് ബെഡ് തട്ടി വിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ വല്ലതൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ വയ്യായിരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തട്ടി വിരിക്കാം. ലൈലാൻ്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജ്നൂനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ. തന പനിനീർ പുഴയും ഞാനും നീയും കലാപക്കാര ഞങ്ങൾ വികാരമില്ല വൈകൾ കടാര കേട്ടും നോക്കാതിടമ്പലം പിരാന്ത് മൂടിൽ പോലും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോരുന്നു കലാപക്കാരി ഞങ്ങൾ വികാരമില്ല നോക്കാതിടമ്പലം പിരാന്ത് മൂടിൽ പോലും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകം മൊത്തം തൂക്കണം. കാരണം നമ്മൾ രാവിലെ തൂത്തിട്ട് പോയതാണ്, പക്ഷേ രാത്രി വന്നിട്ട് ഒന്നും കൂടെ തൂക്കണം. തൂക്കുമ്പോൾ നമുക്ക് ഫാൻ ഓഫ് ചെയ്യാം. രാത്രി വന്നിട്ടും തൂത്ത് കഴിഞ്ഞാൽ ഇത് ഈ വീടിൻ്റെ അകം വൃത്തിയായി കിടക്കത്തുള്ളൂ. രാത്രി വന്നാലും നമ്മളൊന്ന് തൂക്കണം. ഇത് ടൈലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അഴുക്കല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതുണ്ട് രാവിലെ തൂത്തിട്ട് പോയതാണ്, പക്ഷെ എന്നാലും ചെറുതായിട്ട് പൊടികളൊക്കെ ഉണ്ട്. നമ്മൾ കയറി വരുന്നില്ല. അപ്പം തൂക്കാം. ചെല്ലത്താമരെ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. ചെല്ലത്താമരെ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. സ്നേഹചുംബനം വാങ്ങിയോ സ്നേഹചുംബനം വാങ്ങിയോ തളിരിലകളിലാടിയോ. ചെല്ലത്താമരി ചെറുതിരി തുണ്ടിൽ ചൂടിയോ തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. അങ്ങനെ ഇതാ നമ്മൾ തൂത്തുവാരിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം തൂത്തുവാരിയിട്ടുണ്ട് കേട്ടോ. തൂത്തുവാരി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ഫേസെല്ലാം ഒന്ന് കഴുകാം, എന്നിട്ട് അതിന് ശേഷം കുളിക്കാം. അങ്ങനെ ഫേസെല്ലാം നമ്മൾ കഴുകി ഇനി നമുക്ക് ചായ എന്തെങ്കിലും, ചായയല്ല, ചായ വരുന്നവരത്തിന് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത്രയും പണികളുണ്ട്. എല്ലാ പണിയും എനിക്ക് ഒറ്റയടിക്ക് ചെയ്യാനൊക്കത്തില്ല. ഈ ഒരു കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് ഒരേ ടൈമിനെല്ലാം ചെയ്യാൻ പറ്റില്ല. ഇവിടെ എത്ര നാളിങ്ങനെ റണ്ണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റണ്ണിക്കാൻ പറ്റുന്ന അത്രയും റണ്ണ് ചെയ്യിക്കണം. പിന്നെയും എന്താ പറയുക, പറ്റൂലെങ്കിൽ ഗാന്ധി ഭവനിലോട്ട് തന്നെ പോകേണ്ടി വരും. ഒരിക്കലും ഞാൻ പോകാൻ നോക്കിയതാണ് ഗാന്ധി ഭവനിലോട്ട്. അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഞാൻ ഇവിടേക്ക് മാറുന്നത്. എനിക്ക് പോകാൻ ഒട്ടും മനസ്സുകൊണ്ട് ഇഷ്ടമില്ല. കാരണം ഇത്രയും ചെറിയൊരു അനാഥാലയത്തിൽ ഇനിയും വീണ്ടും പോയി നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ സാഹചര്യം അങ്ങനെയാണെങ്കിൽ പോയില്ലേ പറ്റും. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഇനിയൊരു കംബാക്ക് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ബാക്കിയുള്ള ശിഷ്ടകാലം അവിടെ തന്നെ ആവും. ഇനി അറിയില്ല, ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ. കാരണം എനിക്ക് കാലിന് ഒന്നും വയ്യാതെ ഒത്തിരി നാളിങ്ങനെ ലൈഫ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഗാന്ധി ഭവനോ ശരണങ്ങി അവിടോട്ട് പോകണം. ഇനി നമുക്ക് മൈക്ക് ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മൈക്ക് വെച്ചതാണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിക്കാം. ഇത് നമ്മൾ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ്. ഇത് വേറെ ബോട്ടിൽ ഞാൻ മേടിച്ചാണ്. അപ്പോൾ ഇത് കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ്, കുടിക്കാൻ വേണ്ടി മാത്രം. കുളിക്കാൻ പിന്നെ ക്ലോറിൻ വെള്ളമാണല്ലോ, അപ്പോൾ അത് കുടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കുടിക്കുന്നത് ഇത് കിണറ്റിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് ഈ വെള്ളം. ഇപ്പം ഗാന്ധി ഭവനിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. എൻ്റെ കാലിൻ്റെ അവസ്ഥയൊക്കെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മളവിടെ സ്വീകരിക്കുമായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നാൽ എത്ര നാളിങ്ങനെ ഓടിപ്പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കാലിൻ്റെ അവസ്ഥ അന്നൊന്ന് ഭീകരമായിട്ട് വരുവാണ്. യൂട്യൂബ് ചാനലാണെങ്കിൽ അന്നൊന്ന് താഴോട്ട് വരുവാണ്. അപ്പം അറിയില്ല. സോ പോകേണ്ടി വന്നാൽ പോകണം. അങ്ങനെ അവിടെ പോകേണ്ടി വന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നും കണ്ടിന്യൂസ് ചെയ്യലുണ്ടാവില്ല. യൂട്യൂബ് ചാനലൊക്കെ അതോടുകൂടി നിർത്തും. പിന്നീടുള്ള എൻ്റെ അവസ്ഥ ആരും കാണണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. കാലിന് പറ്റുന്നിടത്തോളം ഓടിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര ദിവസങ്ങളൊന്നും അറിയില്ല. അവിടെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി അവിടെ ഒരു അന്ത്യവ്യവസ്ഥയായിട്ട് അങ്ങനെ കഴിയാനാണ് എൻ്റെ തീരുമാനം. അപ്പം നോക്കാം അത് എന്താവുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കപ്പ വറുത്തത് മേടിച്ചാണ്. വൈകുന്നേരത്തെങ്കിൽ സ്നാക്സ് വന്ന് ഇത്രയൊക്കെ പണി ചെയ്ത് വരുമ്പോൾ ഒരു ക്ഷീണമാവും. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഞാൻ കാണിച്ചിടാം. പല കാര്യത്തിനോട് ചിലപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും കുഴപ്പമില്ല, നമുക്കിപ്പം സാഹചര്യം എങ്ങനെയാണെങ്കിൽ പോയല്ലേ പറ്റും. ഇന്ന് ശരിക്കും കൂട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, കാലിന് ഫുള്ളങ്ങ് വയ്യാണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യണോ അല്ലെങ്കിൽ ഇനി ജീവിക്കണോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ആത്മഹത്യ ചെയ്യണ്ട, അവിടോട്ട് മാറാം എന്നു വിചാരിച്ച് നോക്കാം. അതിന് മുമ്പ് യൂട്യൂബ് ഒരു ഹ്യൂജ് സക്സസ് ഒക്കെ ആവണമെങ്കിൽ കാലിന് സർജറി നടത്താനും വാടക വീടെടുക്കാനൊക്കെ ആവുമെന്ന് വിചാരിക്കാം. ഇനി അറിയില്ല, ദൈവഹിതം എന്താണോ നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പോകുന്നത്.
നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാനിത് മേടിക്കുന്നൊരു വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു. അന്ന് മേടിച്ചതാണ്. 25 രൂപ 30 രൂപയ്ക്കാണ് മേടിച്ചത്. പക്ഷേ ഞാൻ കുറച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് ബാക്കിയുണ്ട്, ഇനിയും കഴിക്കാൻ ബാക്കി ഇരിപ്പുണ്ട്. ഒരുപാടങ്ങ് വാരി കഴിച്ച് കഴിക്കത്തില്ല എന്താണെങ്കിലും, കുറച്ച് ആഹാരം വളരെ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം വിശദീകരിച്ചൊന്ന് കുളിക്കണം, നിസ്കരിക്കണം, കിടന്നുറങ്ങണം. ഇത്രയും പരിപാടികൾ ഇനിയുള്ളൂ. ഇത് കഴിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടി. ഭയങ്കര ടയർഡാണ്, കാരണം രാവിലെ ഒരു 7:30 ആ സമയത്ത് പോയതാണ്. ഇപ്പോൾ വന്നിട്ട് ഇതുവരെ പണി കഴിഞ്ഞില്ല, ഇത്രയും പണികൾ ചെയ്തു. ഇപ്പം ഇതും കഴിച്ചു കഴിഞ്ഞ് വേണം ഒന്ന് വിശദമായിട്ട് കുളിക്കുമ്പോഴേക്കൊന്ന് ക്ഷീണമൊക്കെ മാറും. ഇത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. ഒരു 8:30 9 മണിയൊക്കെ കിടന്നുറങ്ങണം. ഒരുപാട് ഉറക്കം ലേറ്റായി കഴിഞ്ഞാൽ പണിയാണ് എനിക്ക്, രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാല് വേദനയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങണം. ഇവിടെ കട്ടിലെല്ലാം ഉണ്ട്, 2 കട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷേ വർഷങ്ങളായി ഞാൻ നിലത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്ക് കട്ടിൽ കിടന്ന് ഉറക്കം വരികയില്ല. അതെന്താ അറിയില്ല, ഈ അട്ടയെ പിടിച്ച് മെത്തയൊക്കെ എടുത്തെന്നൊക്കെ പറയില്ലേ. മുമ്പൊക്കെ ആണെങ്കിൽ കുഞ്ഞിലൊക്കെ ആണെങ്കിൽ കട്ടിൽ മാത്രമേ കിടക്കത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു നിലത്ത് ഒക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് എത്ര നല്ല കട്ടിലുണ്ടായാലും AC ഉണ്ടായാലും മെത്ത ഉണ്ടായാലും എന്തുണ്ടായാലും എനിക്ക് നിലത്ത് കിടക്കണം. നിലത്ത് കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. അത് മെത്തയിട്ട് നിലത്ത് കിടക്കും, അല്ലെങ്കിൽ വിരിച്ചിട്ട് കിടക്കും. അപ്പോൾ അത് ശീലമായി, നമ്മളൊരു യൂസ്ഡ് ആയി കഴിയുമ്പോൾ. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഈ പീഡിയത്തിനൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുത്തേണ്ടായിരുന്നില്ല. പിന്നെ അതുവഴി യൂസ്ഡായി. ഇപ്പോൾ എനിക്ക് അങ്ങനെ നിലത്ത് കിടക്കാതെ ഉറക്കം വരികയില്ല. അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിപ്പോയി. അങ്ങനെ എത്ര നല്ല മെത്ത ഉണ്ടെങ്കിലും എനിക്ക് നിലത്ത് കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. പിന്നെ ഞാൻ കട്ടിൽ കിടന്ന് ഞാൻ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓരോ ദിവസം അങ്ങനെ കിടന്ന് വീണ്ടും ശീലമാവാം. പക്ഷേ ഇനി ഒരു പക്ഷേ നിലത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് വീണ്ടും വരുന്നതെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ഞാൻ കട്ടിൽ കിടക്കാറില്ല. കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പെർമനൻ്റായിട്ട് നമുക്കൊരു വീടോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം കിട്ടുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ നിലത്ത് തന്നെ കിടന്ന് ശീലമാക്കത്തില്ല. പക്ഷേ ഇനിയും ചിലപ്പോൾ നമുക്ക് പീഡിയെ തന്നെ കിടക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ ഇനിയും നിലത്ത് കിടക്കേണ്ട സാഹചര്യം വന്നാലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിലത്ത് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷേ നിലത്താണ് കിടക്കുന്നത്. എനിക്കതാണ് യൂസായിട്ടുള്ളത്. എനിക്ക് അങ്ങനെ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. അപ്പോൾ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നൈറ്റത്തെ ചെറിയൊരു കാര്യങ്ങൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതിനെന്ത് കൊടുക്കണം, ഇത് കഴിക്കണം, വെള്ളം കുടിക്കണം, 2 മിനിറ്റ് മൊബൈൽ നോണ്ടണം, അത് കഴിഞ്ഞ് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞ് നിസ്കരിച്ച് ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങും. പിന്നെ സുബഹിക്കൊരു 3:30 4 മണി 5 മണിക്ക് എണീക്കണം. 4:30 ഒക്കെ ആകുമ്പോൾ എണീക്കും. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട്? വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റ ബൈ ബൈ.